ഈ ഒരു പ്രോഡക്റ്റിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്ലെൻസിങ് ബാം, ഒരു 500 രൂപ റേഞ്ചിൽ വരുന്ന ഒരു ക്ലെൻസിങ് ബാം നോക്കി വാങ്ങിയതാണ് ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ സൂത്തിങ് ക്ലെൻസിങ് ബാം. എവറി ടൈം ഞാൻ എടുക്കുമ്പോഴും ഇതേപോലെ ഓയിൽ വേറെ ക്രീം വേറെ ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ കഴിയാറായതുകൊണ്ടാണ് കേട്ടോ ഓയിൽ കുറവ്. ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ക്ലെൻസിങ് ബാം എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ റിലീസാവും. അങ്ങനെ എപ്പോഴും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് മേക്കപ്പ് സൺസ്ക്രീനൊക്കെ റിമൂവ് ആവുന്നുണ്ട്, മുഖം ക്ലീൻ ആവുന്നുണ്ട്. പക്ഷേ വാട്ടർ പ്രൂഫ് മസ്കാരയുടെ കാര്യം എത്തുമ്പോൾ കണ്ണ് നല്ലോണം എരിയുന്നുണ്ട്. ഓക്കെ, വാട്ടർ പ്രൂഫ് മസ്കാര സാധാരണ ക്ലെൻസിങ് ബാമൊക്കെ ഒന്ന് മസാജ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി റിലീസാവും. ഇതൊന്ന് നല്ലോണം തേച്ച് വരച്ചാലേ വരുന്നുള്ളൂ. അങ്ങനെ തേച്ച് വരയ്ക്കുന്ന സമയത്ത് കണ്ണിൻ്റെ ഉള്ളിൽ പോവും, കണ്ണ് ഇറിറ്റേറ്റഡ് ആവും. പിന്നെ കണ്ണിന്ന് വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് പിന്നെ വരുന്നത്. നല്ലോണം കണ്ണ് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് എനിക്ക് ഈ ഒരു ക്ലെൻസിങ് ബാം. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഒട്ടും വർക്ക് ആവുന്നില്ല. അപ്പം ഇനി ഞാൻ വാങ്ങുന്നില്ല.